ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ ഞാൻ ഇടയ്ക്ക് മുമ്പ് ചെയ്യുമായിരുന്നു. സിറ്റുവേഷൻ, ആക്ഷൻ ആൻഡ് ഔട്ട്കം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണെന്ന് ഒരു കാർഡേ എടുക്കുള്ളൂ. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ കൂടുതൽ എടുക്കും. ആൻഡ് അതിന് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്താവും, നിങ്ങൾ ആക്ഷൻ എടുത്താൽ ഔട്ട്കം എന്താവും എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം, ആ രീതിയിൽ ഒരു 3 കാർഡിൻ്റെ റീഡിംഗ് എന്ന് പറയാം. അതിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ, അതിൻ്റെ നമുക്ക് അഡ്വൈസ് യൂണിവേഴ്സിന് എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടുതലും? ഓക്കെ, 2 ഓഫ് പെൻഡിക്കിൾസ് ആണ്. സിറ്റുവേഷൻ, ആക്ഷൻ, ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, പേജ് ഓഫ് വാണ്ട്സ്. ഔട്ട്കം 3 ഓഫ് വാണ്ട്സ്. ഓക്കെ, ലേശം ക്ലാരിഫിക്കേഷൻ ഓരോ കാർഡ് കൂടി എടുത്തേക്കാം. 8 ഓഫ് കപ്സ്. ഓക്കെ, ഔട്ട്കമ്മിന് കൂടി ക്ലാരിഫിക്കേഷൻ, ജസ്റ്റിസ്. ഓക്കെ, ഗുഡ്. 6 ഓഫ് വാണ്ട്സ്, ഫൈൻ. ഇവിടെ സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് വളരെ ക്ലിയർ ആണ്. നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഇത് 1-2 ദിവസം മുമ്പ് നമ്മുടെ ഒരു ഗൈഡൻസ് മെസ്സേജിൽ ഇതുപോലെ വന്നിരുന്നു. നിങ്ങളൊരു തീരുമാനം എടുക്കാൻ, 2 കാര്യത്തിൽ 2 സിറ്റുവേഷനിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിട്ട്, ഏതാ വേണ്ടത് എന്നുള്ളൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ ഒരു അവസരം ഇപ്പം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, 2 സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഏത് കാര്യത്തിലാവാം, കരിയറിലാവാം, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാവാം, പഠിക്കാനുള്ളതാവാം, എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ള. കാരണം ഈ കാർഡ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഞാൻ ഈ കാർഡിൽ നമ്മളൊരു ട്രാവലിംഗ്, കടൽ കടന്ന ഷിപ്പൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി അങ്ങനെ ഒരു വേറെ എവിടെയെങ്കിലും പുറത്തു പോയി ജോലി ട്രൈ ചെയ്യണോ, അതോ നിങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കണോ, അതോ നാട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വേണോ, വേറെ വേണോ എന്ന് എന്തും ആവാം. ഓക്കെ, അങ്ങനെ ഒരു തരത്തിലൊരു യാത്ര ആവശ്യമുണ്ടോ, മാറണോ, സ്ഥലം മാറണോ, അങ്ങനെ ഒരു തരത്തിലൊരു ക്വസ്റ്റ്യൻ തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്. നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 2 വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. അതിൽ ആരെ വേണം എന്നുള്ളൊരു ചോയ്സ് ആയിരിക്കും. അതായത് 2 വിവാഹാലോചന വന്നു, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടമുണ്ട്, വേറെ ആളെ മാരേജ് വീട്ടുകാരെ ആലോചിച്ചു, അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആയാലും. ഓക്കെ, അല്ല വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഓൾറെഡി മാരീഡ് ആയവരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ 2 ചോയ്സ് ഉണ്ട്, ഒരു സിറ്റുവേഷൻ. ഓക്കെ, തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഫാമിലിയിലായാലും, ജസ്റ്റ് ഫാമിലിയുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണോ വേണ്ടേ, എവിടെയെങ്കിലും പോകണോ വേണ്ടേ, അങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാൻ നോക്കിയതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഓക്കെ, നമ്മുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുകയാണ് അതിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചന. ഓക്കെ, ആൻഡ് ഇതൊരു യാത്രയുടെ എനിക്ക് കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, എനിവേ, ഇതിന് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറയുന്നത്, ഒന്ന് പേജ് ഓഫ് വാണ്ട്സ് പറയുമ്പോൾ നമ്മളൊരു സ്റ്റഡീസിൻ്റെ കാര്യമൊക്കെ പറയും, കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുക എന്ന് പറയും, നിങ്ങൾക്കൊരു മെസ്സേജ് വരും എന്നുള്ള കാര്യം പറയും. ആൻഡ് ഇവിടെ ഒരു ബേർഡും ഉണ്ട്. സോ ബേർഡ് നമ്മളെപ്പോഴും മെസ്സേജിനെ കുറിച്ച് പറയാറുണ്ട്. ആക്ച്വലി 1-2 ബേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നു എന്ന് പറയും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നുമില്ലെങ്കിൽ മെസ്സേജ് വരും, ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കും. കൂടുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ കൂടുതൽ ശ്രമിക്കുമായിരിക്കും. പഠിക്കണം, ആക്ച്വലി ചെയ്യണം, ആ ആക്ഷൻസ് നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടുമ്പോൾ അതിനെ യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ 2 വശവും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഇത് ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റ് എന്ന ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. പേജ് ഓഫ് വാണ്ട്സ് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്, പഠിക്കൽ എന്നൊക്കെ പറയും. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പഠിക്കേണ്ടതുണ്ടാവാം. ചിലവർക്ക് അഗെയിൻ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ, അതായത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന പോലെ. അതിന് പക്ഷേ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. സോ നിങ്ങൾക്കൊരു മെസ്സേജ് വരും എന്നും പറയാം, ഒരു ഇൻഫർമേഷൻ വരും എന്ന് പറയാം. നിങ്ങൾ ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നിങ്ങളുടെ ലൈഫിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ, ആൻഡ് ഇവിടെ
അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഇത് 8 of Cups ആണ്. 8 of Cups പറയുമ്പോൾ വിട്ടുപോകലാണ്. അഗെയിൻ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോണ്ടി വരും അല്ലേ. ആൻഡ് ഇവിടെ അഗെയിൻ നമ്മൾ യാത്രയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇവിടെയും ഇതും ഒരു തരത്തിൽ നമുക്ക് യാത്ര എന്നെടുക്കാം. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ വേറെ സ്ഥലം മാറേണ്ടതായിരിക്കാം, എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. നമ്മൾ പറയില്ല ഒരുപാട് എഫേർട്ട് ഇട്ടു ചില കാര്യങ്ങളിൽ, പക്ഷെ അത് എന്തെങ്കിലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ഇത് വീണ്ടും ഒരു പുതിയ ബിഗിനിങ് കൂടിയാവാം. ന്യൂ തുടക്കങ്ങൾ എന്ന രീതിക്ക് പറയും നമ്മൾ. അപ്പോൾ എന്തൊക്കെയോ പിന്നിൽ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ എഫേർട്ട് ഇട്ട ചില കാര്യങ്ങളുണ്ടാവും, അതിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അത് റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും പഠിപ്പായാലും എന്തും ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി കുറച്ച് കാലമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കരിയർ ആയാലും ഒരു ജോലി വിട്ട് വേറെ ജോലി മാറുക, എന്തെങ്കിലും ഒരു പുതിയ തുടക്കം എന്ന രീതിക്ക് ഇത് പറയാറുണ്ട്. സോ അങ്ങനെ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറാവേണ്ടി വരും. ആൻഡ് ആ ആക്ഷൻ നിങ്ങൾ എടുക്കണം. ഓക്കെ, ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുന്ന തരത്തിലാണ്. അഗെയിൻ സ്ഥലം മാറ്റം ആയിരിക്കാം, ചിലപ്പോൾ ജസ്റ്റ് സ്ഥലം മാറ്റം, വേറെ എവിടെയെങ്കിലും പോലെ അങ്ങനത്തെ രീതിയിലാവാം. ഓക്കെ, അഗെയിൻ ഇവിടെ നമ്മുടെ ഔട്ട്കമ്മിലും 3 of Wands ആണ്. അഗെയിൻ സെയിം സിനാരിയോ ആണ് ഇവിടെ വരുന്നത്. ഷിപ്പ്, ബോട്ട്, വെള്ളം, ഇതേ കാര്യങ്ങളാണ്. സോ ഇവിടെ പുറത്തു പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. നിങ്ങൾക്ക് യാത്ര നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയാണ്. ഒരു മാറ്റം എന്ന് പറയാം. ഓക്കെ, അതൊരു ഇമോഷണൽ മാറ്റം കൂടി ആവാം. കാരണം വെള്ളം നമ്മളിപ്പോഴും ഇമോഷണൽ റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇമോഷണൽ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ട് പിന്നിൽ ഉപേക്ഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ പുതിയ തുടങ്ങാനുള്ളതാണ്, പക്ഷെ എന്നാലും ആ വിട്ടു പോകുന്നതിനൊരു വിഷമം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ തരത്തിൽ ഇവിടെ ഒരു നിങ്ങളോട് പറയുന്നത് പ്ലാനിങ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക, നല്ലോണം പ്ലാൻ ചെയ്യുക, ആലോചിച്ച് പ്ലാൻ ചെയ്യുക. ആക്ച്വലി അതിന് വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്. ഓക്കെ, ആ മനസ്സിലാക്കിയിട്ട് പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യുക. എല്ലാ പ്ലാനിങ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ പ്ലാൻ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സഹായിക്കും അത് സക്സസ് ആവാൻ. ആൻഡ് ഇവിടെ സക്സസ് വിക്ടറി ആണ്. ഇവിടെ 6 of Wands ആണ്. നിങ്ങൾക്കൊരു സക്സസ് വരും എന്നാണ്. ഓക്കെ, ഈ പ്ലാനിങ് ഒക്കെ നിങ്ങളിത് മനസ്സിലാക്കി കുറച്ചുകൂടി പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ്, യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് വരും. അതായത് നിങ്ങൾ മാക്സിമം എഫേർട്ട് നിങ്ങളുടെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ന്യായമായത് റിസൾട്ട് യൂണിവേഴ്സ് തരും. സക്സസ് നിങ്ങൾക്ക് തരുമെന്ന് പറയാം. ഇവിടെ 6 of Wands ഇവിടെ വെക്കണം. ശരിക്കും നിങ്ങൾക്ക് സക്സസ് ആണ്, ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ സക്സസ് ആണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ യെസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു പീരീഡിൻ്റെ ആണ്. ആ ഒരു കൺഫ്യൂഷൻ പീരീഡ് നിങ്ങൾക്ക് മാറി വരും. അതിന് വേണ്ടി പക്ഷെ നിങ്ങൾ ചിലത് ചെയ്യേണ്ടതുണ്ട്. അതായത് പഠിക്കുക, മനസ്സിലാക്കുക, ചിലത് വിട്ടു മാറണം എന്നുള്ള തീരുമാനം എടുക്കാൻ. അങ്ങനെ ആ ഒരു തീരുമാനം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുത്ത് അതിന് വേണ്ടി ചില പ്ലാനിങ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. ആൻഡ് നിങ്ങൾക്ക് സക്സസ് വരുന്നു. ആൻഡ് അഗെയിൻ ഇവിടെ ചാരിയറ്റ് ആണ്. സോ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ പിന്നെയും മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ്. സോ ഇവിടെ 1 2 3 4 കാർഡ്. ആക്ച്വലി ഈവൻ ഇതും യാത്രയെക്കുറിച്ച് പറയാറുണ്ട്. ഓക്കെ, ഇതെല്ലാം കാണിക്കുന്ന കാരണം ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. സോ ഇതൊരു യാത്രയുടെ കാര്യം വീണ്ടും പറയും. സോ 4-5 കാർഡ് ഇവിടെ പറയുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ്, മാറ്റത്തിനെ കുറിച്ചാണ്. മാറ്റം എന്ന് പറയാൻ ഞാൻ അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം, നിങ്ങൾ എന്ത് കാര്യത്തിലായാലും ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ ചെറുതായിട്ട് മാറാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ സ്ഥലം മാറാൻ പോകുന്നുണ്ട്, ജോലി മാറാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി അങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവാം, ജോലിക്ക് വേണ്ടി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവാം. ലൈഫിൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ടാവാം. എന്തെങ്കിലും ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ മാറ്റുന്നുണ്ടാവാം. എന്തും പറയാം, ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം തന്നെ ഓക്കെ നിങ്ങളൊന്ന് ഒരു പുതിയ മനുഷ്യനാവാൻ നിങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞ പോലെ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും കൂടുതൽ തോന്നുന്നുണ്ട് എനിക്ക്. സോ എന്ത് തന്നെയായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്ത് തന്നെ ആയാലും അതിലൊരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. ആ ഒരു ഡിലേ ആണ് ഇപ്പോൾ ഇവിടെ, ആ സമയത്തിൻ്റെ ഡിലേ ആണ്. ആ തീരുമാനം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. എന്തൊക്കെ എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണോ നിങ്ങളുടെ 2 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് എഴുതി നോക്കുക. നിങ്ങൾ ഇതിലേതാ ബെറ്റർ എന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. 2ൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് പറയും എന്ന് വെച്ചാൽ 2ലും നല്ലതും നന്നല്ലാത്തതും നിങ്ങൾ എഴുതി നോക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ശ്രമിക്കാം. ഓക്കെ, അവനവൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്തെങ്കിലും അത് ചിലത് നഷ്ടപ്പെടുമോ പിന്നിലെ എന്ന് തോന്നണ്ട, വിട്ടു പോകണ്ടേ എന്ന് തോന്നണ്ട. ഓക്കെ, അത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാൻ പ്ലാനിങ് ചെയ്യുക. നല്ലോണം പ്ലാനിങ് ഒക്കെ ചെയ്ത് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ്. ഓക്കെ, രസമായിരുന്നു അല്ലേ? ഓക്കെ, നമുക്കിവിടെ ഈ ഡെക്സ് എന്ന് വെറുതെ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. നോക്കട്ടെ, ഇതിലെനിക്ക് ഇഷ്ടമായി തോന്നിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മാറ്റും കേട്ടോ. ഇത് മീൻ ഈ റീഡിങ്ങിന് മാച്ചായിട്ട് ഇല്ല എന്ന് തോന്നിയാലേ, ചില കാർഡ്സ് അങ്ങനെയാണ്, ചില റീഡിങ്ങിന് മാച്ച് ആവില്ല. സാരമില്ല. ഇതിൽ നോക്കട്ടെ വരുന്ന എനിക്ക് ചുമ്മാ അത് എടുക്കാൻ തോന്നി. ട്രീ ആണ്, അക്രോസ് ആൻഡ് റിംഗ്. മതി, ഒരുപാട് എടുക്കുന്നില്ല.
ഓക്കെ, കുറച്ച് മെസ്സേജസ് മാത്രം. ഓക്കെ, വൺ ട്രീ ഫ്രം എർത്ത് it springs from birth, good health for thee, and if the tree should reappear close to the current, your goal is near. Actually, ഇതിവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങൾക്ക് ഗുഡ് ഹെൽത്ത് വരും. ഓക്കെ, നല്ല ഹെൽത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് പറയാം. ആക്ച്വലി നിങ്ങളുടെ ഗോൾ, നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സക്സസ് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ഒരു ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറയാം. ആൻഡ് across weaves pain historically sad, a distance too close means tidings are bad, suffering increases when the cross is near, but burdens can lift you. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവാം. ഓക്കെ, വിഷമങ്ങൾ വരാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 8 of Cups വാക്കിംഗ് അവേ പറഞ്ഞു. ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, അത് വേദന തന്നെയാണ് അല്ലേ, അത് നമുക്കൊരു വിഷമമാണ്. അപ്പോൾ ആ ഒരു വിഷമം ഇതിൽ ഇങ്ങനെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ചില വിഷമങ്ങൾ കൂടി നിങ്ങൾക്ക് വരും. ഓക്കെ, ആ വിഷമത്തിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇഫ് യു പെർസിവിയർ എന്ന് വെച്ചാൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരും. ഈ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ പുറത്തു വരുന്നത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും. റിംഗ് ടു ദ റൈറ്റ്, യുവർ ലവ് ഇസ് അലൈവ്, ഇറ്റ് വിൽ എവർ ബി ബ്രൈറ്റ് ആൻഡ് കണ്ടിന്യൂ ടു ത്രൈവ്. റിംഗ് ടു ദ ലെഫ്റ്റ് ആൻഡ് ട്രബിൾസ് ബിഗിൻ യുവർ ഹാർട്ട്. ഓക്കെ, നമുക്ക് സാരില്ല, നമുക്കിവിടെ ചെറിയ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്കിത് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. റിംഗ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് പറയാം, സന്തോഷം പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് പറയാം. കമ്മിറ്റ്മെൻറ്റ് ആരെങ്കിലും ഓഫർ, എൻഗേജ്മെൻ്റ് ഒക്കെ ഓഫർ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ച്വലി റിലേഷൻഷിപ്പ് കാര്യം കൂടി അതിൽ ഇൻക്ലൂഡ് ആവാമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ചാൻസ് കൂടി വരുന്നുണ്ട് എന്ന രീതിക്കാണ് അവിടെ പറയുന്നത്. ആൻഡ് നമ്പേഴ്സ് നമുക്ക് 5, 36 വരുമ്പോൾ 9 ആവാം, ആൻഡ് 25, സോ 7 ആവാം. 5, 7, 9, 36, 25. ഓക്കെ, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് മാച്ചും ആവാം. ഓക്കെ, ഞാൻ അധികം ഇത് മാച്ച് ആവുമോ എന്നൊരു ഡൗട്ട് ആയതുകൊണ്ടാണ്. സോ ഇവിടെ ഈ കാർഡ് കൂടി വായിച്ചേക്കാം. 13 ആണ് നമ്പർ, 4 ആവാം അല്ലേ. When a sweet child smiles your way, innocence brings joy to fill your day. Friends are many, enemies are few. Embrace a fresh start in all you do. അതാ പറഞ്ഞത്, നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആക്ച്വലി പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വോൺസ് ഒക്കെ പറയുമ്പോൾ നമ്മളൊരു കുറച്ചുകൂടി യങ് ഏജിൻ്റെ ഒരു ഇത് പറയും. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് എന്നായിരിക്കാം. ഓക്കെ, ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ ആയിരിക്കാം. ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. എനിമീസ് കുറവാണ്, ഫ്രണ്ട്സ് ആണ് കൂടുതൽ എന്നാണ് പറയുന്നത്. സോ യെസ്, അത് ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളും വളരെ എന്താ പറയുക, ഒരു ചൈൽഡിനെ പോലെ. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുക, ക്യൂരിയോസിറ്റി വെച്ച് നിങ്ങൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കൊരു ഫ്രഷ് ബിഗിനിങ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.